യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ അപ്പച്ചിയോടെങ്ങാനും നീ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ ഈ ശ്രേയയുടെ തനി സ്വഭാവം നീ അറിയും. എന്താ എന്നെ ഐസിലിടുവോ? ഐസിലല്ല, ശവപ്പെട്ടിയിലാക്കി കുഴിച്ചു മൂടും ഞാൻ. ചേച്ചി, ഞാൻ ചേച്ചിയോട് വേണ്ട. ഇത്രയും കാലം ഞാൻ എല്ലാവരെയും സ്നേഹിച്ചതും ചേർത്ത് പിടിച്ചതും എന്തിനാണെന്ന് തോന്നിപ്പോവാ. സാർ ഇപ്പോഴും ആ കൊണസ്റ്റ് വക്കീൽ പറഞ്ഞതും ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണോ? അത് വിട് പവിത്രൻ സാറേ. മാഡത്തിന്റെ വക്കീലാ ആ ഓം പ്രകാശ്. അയാള് പിന്നെ മാഡത്തിന്റെ ഭാഗത്ത് നിന്നേ സംസാരിക്കൂ. ദേ നിൽക്കുന്നു സാറിന്റെ സ്വന്തം വക്കീല്. ഇയാള് തന്നെ സാറിന് ജാമ്യത്തിൽ ഇറക്കുമായിരുന്നു. കോടതിയിൽ കെട്ടിവെക്കാൻ പവിത്രൻ സാറിന്റെ കയ്യില് ഒരു മഞ്ചാടിക്കുരു പോലും ഇല്ലാത്ത അവസ്ഥയായി. കട്ടത്തറയിൽ മുങ്ങാൻ പറഞ്ഞാൽ പറ്റുമോ? കൃത്യസമയത്ത് സുമംഗല മാഡം വന്നു. മാഡത്തിന്റെ കയ്യിലാണെങ്കിൽ പണത്തിനാണെങ്കിൽ ക്ഷാമവും ഇല്ല. അല്ല, ഞാൻ മാഡത്തെ കുറ്റം പറയുകയല്ല. മാഡത്തിനെ പോലൊരു സഹോദരിയെ 10 ജന്മം തപസ്സിരുന്നാൽ പോലും സാറിനെ പോലൊരാൾക്ക് കിട്ടില്ല. മാഡത്തിനെ തളയ്ക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞിട്ട് പോലും കോടികൾ നഷ്ടപ്പെടുത്തി സാറിനെ പുറത്തിറക്കാൻ തയ്യാറായ മാഡത്തിന് 1 കോടി നമസ്കാരം. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഡോമിനേഷൻ കൈവിട്ടുപോയി. സുമംഗല മാഡം അത് സാറിനെതിരെ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. ആര് ജാമ്യം എടുത്തു എന്നതിന് എന്ത് പ്രസക്തി? ഏതായാലും പുറത്തിറങ്ങി. മാത്രമല്ല, സാറിനെതിരെ കളിച്ച ആ താക്കോല് അകത്താവുകയും ചെയ്തു. പിന്നെ എൻഫോഴ്സ്മെന്റുകാർക്ക് കൊടുത്ത വാക്കനുസരിച്ച് ദർശനയെ സുമംഗല മാഡത്തിന് അവരുടെ മുന്നിൽ സറണ്ടർ ചെയ്തേ പറ്റൂ. ഫലത്തിൽ സാറിന് ഈ കേസിൽ കുരുക്കിയ താക്കോലും ദർശനയും അവരുടെ കൈപ്പെടും. സാറ് രക്ഷപ്പെടുകയും ചെയ്യും. ഇവിടെ നിങ്ങളെ ജാമ്യത്തിലെടുക്കാൻ പറ്റാത്തത് എന്റെ കഴിവുകേടോ ആ പ്രകാശം വക്കീലിന്റെ നേട്ടമോ ഒന്നുമല്ല. ബാങ്ക് ബാലൻസ് ആണ് പ്രശ്നം. ഇത്രയും ഭീമമായ തുക സുമംഗല മേഡം കെട്ടിവെച്ചത് ആന മണ്ടത്തരമെന്നേ ഞാൻ പറയൂ. ഈ കാശ് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോണില്ല. ഇത്തിരി മൂളയുള്ള ഒരു വക്കീലും അതിന് കൂട്ടുനിൽക്കത്തില്ല. എന്ന് വെച്ച് നിങ്ങളെ പുറത്തിറക്കിയത് തെറ്റായിപ്പോയി എന്നല്ല, നമ്മുടെ കയ്യിൽ ചിക്കിലില്ലാതെ പോയി. അത് നിങ്ങളുടെയും തെറ്റോ കുഴപ്പമൊന്നുമല്ല. ഓർക്കാപ്പുറത്ത് അക്കൗണ്ടെല്ലാം ഫ്രീസ് ആയാൽ പിന്നെന്ത് ചെയ്യും? അല്ലേ കുര്യൻ സാറേ? സാറ് സ്വന്തം വക്കീല് പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പൊ സാറ് കാണിക്കുന്നത് ശുദ്ധ പോക്കരിത്തരവാ, കടുത്ത നന്ദികേട്. അങ്ങനെയേ എനിക്ക് പറയാൻ പറ്റൂ. ഇത്രയും റിസ്ക് എടുത്ത് സാറിനെ മാഡം പുറത്തിറക്കിയിട്ട് മാഡത്തിനെ ചെന്ന് കാണാതെ സാർ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് ശുദ്ധ പോക്കരിത്തരമാണെന്ന് ഞാൻ പറയൂ. നിങ്ങളുടെ ഭാര്യയും മോളും ഒന്നും നിങ്ങളെ പുറത്തിറക്കാൻ ശ്രമിച്ചില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അത് പൂർണ്ണമായും തെറ്റാണ്. അവർക്കത് കഴിഞ്ഞില്ല എന്നതുകൊണ്ട് ശ്രമിച്ചില്ല എന്ന് പറയരുത്. അവരെത്ര തവണ എന്റെ ഓഫീസിലും വീട്ടിലും കയറി ഇറങ്ങിയെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ഒരവസരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് ഈ കുര്യച്ചന്റെ അടുത്ത് എത്ര തവണ നിർബന്ധിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? കണ്ണിൽ എണ്ണയൊഴിച്ച് നിങ്ങളുടെ ഭാര്യയും മകളും കാത്തിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ അവരെ കാണാൻ പോയോ? അതൊട്ടും ശരിയല്ല മിസ്റ്റർ പവിത്രൻ.
ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. ഈ സുമംഗല മേഡം വക്കീലിനെയും കൂട്ടി എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ആദ്യം വന്ന് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ എന്നേക്കുമായി അകത്തിടാൻ സാധിക്കുന്ന ഒരു തെളിവും കൊണ്ടാണ്. അതായത് നമ്മള് കുര്യച്ചം വഴി ഒരു CCTV വിഷ്വൽ തെളിവിനായി എവിടെ ഹാജരാക്കിയല്ലോ. ദർശനയും താക്കോലും നിങ്ങളുടെ കാറിന്റെ ഡിക്കിയിൽ സ്വർണം കൊണ്ടുവച്ച വിഷ്വൽ, അതുപോലൊന്ന് സുമംഗല മേഡവും അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ സ്വർണവും ഡയമണ്ട്സും ഒക്കെ നിങ്ങളുടെ ഭാര്യയും മോളെ ഏൽപ്പിച്ച് ലോക്കറിൽ കൊണ്ടുവയ്ക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുന്ന വീഡിയോ ഫുട്ടേജ് അതാരെടുത്തു, എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. ആ തെളിവാണ് ഇത്രയും ഭീമമായ തുക കെട്ടിവെക്കാൻ കോടതിയെ പ്രേരിപ്പിച്ച ഘടകം. ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും സ്ഥാപിക്കാനല്ല, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയാനാ. നിങ്ങളെ പുറത്തിറക്കാൻ സുമംഗല മേഡം തയ്യാറാകുന്നില്ല എന്നറിഞ്ഞപ്പോ സ്വന്തം കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് നിങ്ങൾ അറിഞ്ഞോ? അവരെങ്ങനെ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടന്നപ്പോഴാ ഇത്രയും ഭീമമായ തുക കെട്ടിവെച്ചായാലും നിങ്ങളെ പുറത്തിറക്കാൻ സുമംഗല മേഡം തയ്യാറായത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാ, ആ സ്വർണത്തിൽ നിന്നും കുറച്ച് ബിസ്ക്കറ്റുകൾ അവരെടുത്ത് മാറ്റി. അത് നിങ്ങളെ പ്രകോപിപ്പിച്ചു. നിങ്ങളെ പുറത്തിറക്കാൻ വേണ്ടി എനിക്ക് ഫീസ് തരാനും പണം കെട്ടിവെക്കാനും പൈസ ഉണ്ടാക്കിയത് എവിടെന്നാ? ജാമ്യത്തിന് കോടതി ആവശ്യപ്പെട്ട തുക എന്നിട്ടും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ സ്ത്രീയെ നിങ്ങൾ ചതിച്ചു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്. ജയിലിൽ നിന്നിറങ്ങിയാൽ ആദ്യം ആരെയാ കാണേണ്ടത്? സ്വന്തം ഭാര്യയും മോളെയും. അവരുടെ ആത്മാർത്ഥതയും മനസ്സും തിരിച്ചറിയാത്ത നിങ്ങളൊരു മനുഷ്യനാണോ? എത്രയും വേഗം നിങ്ങളവിടെ പോണം, അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതും അത് തന്നെയാ. സാറ് വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വന്നപ്പോ മുതല് കേൾക്കാൻ തുടങ്ങിയതാ, പവിയേട്ടനെ അവര് ജാമ്യത്തിലിറക്കി കോടികൾ കെട്ടിവെച്ച ഇറക്കിയത്. പവിയേട്ടന്റെ വക്കീലല്ല, സുമംഗല ചേച്ചിയുടെ ഒരു വക്കീലുണ്ടല്ലോ, ഒരു ഓം പ്രകാശ്. അവനാ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വന്നത്. ജാമ്യം കിട്ടി ഇതുവരെ പവിയേട്ടൻ വീട്ടിലേക്ക് വന്നിട്ടില്ല. എന്റെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എവിടുന്ന കോടികളൊക്കെ കെട്ടിവെക്കുന്നേ? അതീ പെണ്ണും പിള്ള മുതലാക്കി കാണും. എവിടെ നിന്റെ ഭാര്യ? അന്ന് നിന്റെ ഭാര്യ അകത്ത് കിടന്നപ്പോ നീ ഉടനെ ജാമ്യത്തിൽ ഇറക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചു കാണും. കൂട്ടത്തില് 10 കുറ്റപ്പെടുത്തലും നടത്തി കാണും. എത്ര പറഞ്ഞാലും കേൾക്കില്ല. പവിയേട്ടൻ ഇപ്പോഴും പെങ്ങളെന്ന് പറഞ്ഞാ മുട്ടിടിക്കും. എന്നെ കാണാൻ വരണ്ട, മോളെ കാണാനെങ്കിലും വന്നൂടെ? ആരെ പേടിച്ചിട്ടാ ഈ വരാതിരിക്കുന്നത്? ജാമ്യത്തിൽ ഇറക്കിയത് സ്വന്തം പെങ്ങള് തന്നെയല്ലേ? ഇതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാന്ന് ദർശന വിചാരിക്കണ്ട. അവൾക്കുള്ള അടുത്ത കുരുക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദർശന സറണ്ടർ ചെയ്താ രക്ഷപ്പെട്ടു. കാരണം കേസ് മുറുകിയ അവളെങ്ങനെ IPS എഴുതും? ഒരു കള്ളക്കടത്തുകാരിയെ അവർ IPSൽ എടുക്കോ? എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ്സ് അവളുടെ പേരിലുണ്ടെങ്കിൽ അവരാദ്യമേ തള്ളിക്കളയുന്ന എൻ്റെ ഒരു നിഗമനം. അത് ഉറപ്പല്ലേ? അപ്പോ കേസ് മുറുക്കാൻ വേണ്ടത് നമ്മൾ ഒപ്പിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്?